വെൽക്കം ടു എക്കണോമിക്സ് എഡിബിൾസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്കണോമിക് സിലബസിലും സെറ്റ് എക്കണോമിക് സിലബസിലും കോമൺ ആയി ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്കാണ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്നത്തെ ക്ലാസ്സിൽ ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് ഒരു ജനറൽ അവയർനെസ് ക്ലാസ് ആണ് ഉണ്ടായത്. സെറ്റ് എക്കണോമിക് സിലബസും സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്കണോമിക് സിലബസും ഏരിയയിലെ ഭാഗങ്ങളും തമ്മിൽ വലിയ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. അതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സാമിന് തയ്യാറെടുക്കുന്നവർ സെറ്റ് എക്കണോമിക്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് പഠിച്ചു പോകുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. മുൻപ് കേരള ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് പോയി ഒന്ന് കാണാൻ ശ്രമിക്കുക. നമുക്ക് ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നോക്കാം. ഫിനാൻസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അല്ലേ? ഭരണഘടനാ സ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ പ്രതിപാദിക്കുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരിക്കും. ഫിനാൻസ് കമ്മീഷനെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 280. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ലിസ്റ്റ് 1 ഫിനാൻസ് കമ്മീഷൻ്റെ നമ്പർ എത്രാമത്തെ ഫിനാൻസ് കമ്മീഷൻ ആണെന്നും ലിസ്റ്റ് 2 ഫിനാൻസ് കമ്മീഷനെ റെപ്രസെൻ്റ് ചെയ്ത ചെയർമാൻ്റെ പേരുമാണ് കൊടുത്തിട്ടുള്ളത്. ആൻസർ കണ്ടെത്തുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇതുവരെ ഇന്ത്യയിൽ നിലവിൽ വന്ന ഫിനാൻസ് കമ്മീഷനും ഫിനാൻസ് കമ്മീഷനെ പ്രതിനിധീകരിച്ച ചെയർമാൻമാരാരെല്ലാം എന്ന് നോക്കാം. ഇതുവരെ നിലവിൽ 16 ഫിനാൻസ് കമ്മീഷനെയാണ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. നിലവിൽ 2024 അപ്പോയിൻറ്റ് ചെയ്ത 16th ഫിനാൻസ് കമ്മീഷനാണ് നിലവിലുള്ളത്. ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. 2026 റിപ്പോർട്ട് സമർപ്പിക്കുക. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ആദ്യം പറയാണ്. ഇനി നമുക്ക് ഫസ്റ്റ് തുടങ്ങി ലാസ്റ്റ് വരെയുള്ള ക്രോണോളജി ഒന്ന് നോക്കി പോവാം. ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ KC നിയോഗിയായിരുന്നു. 1951 അപ്പോയിൻറ്റ് ചെയ്തത്. സെക്കൻഡ് K സന്താനം 1956. തേർഡ് AK ചന്ദ 1960. ഫോർത്ത് ഡോക്ടർ PV രാജമന്നൻ 1964. ഫിഫ്ത്ത് മഹാവീർ ത്യാഗി 1968. സിക്സ്ത് ബ്രഹ്മാനന്ദ റെഡ്ഡി 1972. സെവൻത്ത് JM ഷീലത്ത് 1977. എയ്ത്ത് YB ചവാൻ 1982. നയൻത്ത് NKP സാൽവെ 1987. 10th KC പന്ത് 1992. 11th AM ഖുസ്രോ 1998. 12th ഡോക്ടർ C രംഗരാജൻ 2002. 13th ഡോക്ടർ വിജയ് കേൽക്കർ 2007. 14th YV റെഡ്ഡി 2013. 15th NK സിംഗ് 2017. 16th അരവിന്ദ് പനഗരിയ 2024. അപ്പോൾ നിലവിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് 16th ആണെന്ന് ഓർക്കുക. കാരണം പ്രീവിയസ് ഇയറിൽ 2022 സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിന് 15th ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് NK സിംഗ് ആയിരുന്നു. ഇനി നമ്മൾ 2025 മിക്കവാറും പരീക്ഷാ കലണ്ടർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ജൂലൈ ഓഗസ്റ്റ് ഒക്കെയാണെന്ന് തോന്നുന്നു. ശരിക്കും കലണ്ടർ വന്നിട്ടില്ല. അപ്പോൾ ചോദിക്കുക ചിലപ്പോൾ 16th ആയിരിക്കും. അപ്പോൾ അരവിന്ദ് പനഗരിയാണെന്ന് ആലോചിക്കുക. 2026 അവർ റിപ്പോർട്ട് സമർപ്പിക്കുക. ഇവിടെ നമുക്ക് ആൻസർ നോക്കാം. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ KC നിയോഗിയാണ്. 12th ഫിനാൻസ് കമ്മീഷൻ ആരാ കണ്ടേ? C രംഗരാജൻ. അപ്പോൾ B ആൻസർ 3 ആണ് വരിക ലിസ്റ്റ് 2. ഇനി 13th ഫിനാൻസ് കമ്മീഷൻ ആരായിരുന്നു? ഓപ്ഷൻ വരിക C 4 ആണ് വരിക, വിജയ് കേൽക്കർ. 14th YV റെഡ്ഡി. അപ്പോൾ D 2 ആണ് ആൻസർ വരിക. അപ്പോൾ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ B ആണ്. നിങ്ങൾ ക്രോണോളജി ആയിട്ട് മുഴുവൻ പേരെയും പഠിച്ചു വെച്ചില്ലെങ്കിലും ഫസ്റ്റത്തെ ആളെ എന്തായാലും ഓർക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 16, 15, 14, 13, 12 ആ റേഞ്ചുള്ള ബാക്കി ലാസ്റ്റ് വരുന്ന ഒരു 5 ഫിനാൻസ് കമ്മീഷൻ്റെ ആ ഓർഡറിൽ കമ്മീഷൻ്റെ നമ്പറും ചെയർമാനെയും ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. കാരണം എക്സാമിന് ഇതുപോലെ കാരണം ഓരോ വർഷം കഴിയും തോറും എക്സാം ടഫായിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിച്ചിട്ട് തരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാനും തെറ്റാനും ഇടവരരുത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ച് പഠിക്കാം. ഇനി നമുക്ക്
അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മാച്ച് ദ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ ക്രൈറ്റീരിയ ആൻഡ് വെയ്റ്റ് ഓഫ് ദ 15th ഫിനാൻസ് കമ്മീഷൻ. ഇവിടെ അതെ മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ലിസ്റ്റ് 1 ഓരോ കാറ്റഗറിയും ലിസ്റ്റ് 2 അതിനെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള എത്ര ശതമാനമാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഈ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ? ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻസ് കമ്മീഷൻ ഓരോ വിഭാഗത്തിനും ആനുപാതികമായി നികുതികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സജസ്റ്റ് ചെയ്യും അല്ലേ. ഓരോ ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുമ്പോൾ എന്താണ് അവർ ഓരോ മേഖലയ്ക്കും എന്തോരം തുക മാറ്റി വെക്കണം എന്നൊക്കെ സജസ്റ്റ് ചെയ്യും അല്ലേ. അതിൻ്റെ ബേസിസിലാണ് വരുന്ന 5 വർഷത്തിൽ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ ഓരോ മേഖലയ്ക്കും തുകകൾ മാറ്റിവെക്കുക. അത്തരത്തിൽ 15ാം ഫിനാൻസ് കമ്മീഷൻ സജസ്റ്റ് ചെയ്ത ഓരോ വിഭാഗങ്ങളും അവയ്ക്ക് എത്ര ശതമാനമാണ് മാറ്റി വെച്ചിട്ടുള്ളതെന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് അതൊന്ന് നോക്കാം എത്രയൊക്കെയാണെന്നുള്ളത്. മെയിനായിട്ട് പോപ്പുലേഷന് 15% വെയിറ്റേജ് ആണ് കൊടുത്തിട്ടുള്ളത്. ഏരിയ 15%, ഇൻകം ഡിസ്റ്റൻസ് 45%, ഡെമോഗ്രാഫിക് പെർഫോമൻസ് 12.5%, ഫോറസ്റ്റ് ആൻഡ് ഇക്കോളജി 10% വെയിറ്റേജ്, ടാക്സ് ആൻഡ് ഫിസിക്കൽ എഫേർട്ട് 2.5 വെയിറ്റേജ്. അതായത് ഓരോ ഫിനാൻസ് കമ്മീഷൻ ഫണ്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എന്താണ് അവിടെ ഒരു ഇക്വിറ്റി, അതേപോലെ തന്നെ ഓരോ മേഖലയുടെ നീഡ്സ് പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് അവയ്ക്ക് ഓരോ തുകകൾ അല്ലെങ്കിൽ എത്ര ശതമാനം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പോപ്പുലേഷൻ എത്രയാണ് നമ്മൾ കണ്ടേ? പോപ്പുലേഷന് 15% ആണ് അല്ലേ മാറ്റി വെച്ചിട്ടുള്ളത്. ഫോറസ്റ്റ് ആൻഡ് എക്കോളജിക്ക് 10%. അപ്പോൾ ബി 4 വരും. ഇനി ടാക്സ് ആൻഡ് ഫിസിക്കൽ എഫേർട്ട് എത്രയാ? 2.5 ആണ് കണ്ടത്. അപ്പോൾ സി 1. ഡെമോഗ്രാഫിക് പെർഫോമൻസിന് 12.5%. ഞാൻ പറഞ്ഞു നിലവിൽ 16ാം ധനകാര്യ കമ്മീഷനാണ് നിലവിൽ വന്നിട്ടുള്ളത്. അതിപ്പോൾ അവരോരോ മീറ്റിങ്ങുകളെല്ലാം കൂടി എന്തൊക്കെയാണ് ഇപ്പം നമ്മുടെ സ്റ്റേറ്റിൽ കേരളത്തിൽ ഡിസംബറിൽ 16th ഫിനാൻസ് കമ്മീഷൻ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ സ്റ്റേറ്റിൽ പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചതിനനുസരിച്ചിട്ടായിരിക്കും സജഷൻസ് കൊണ്ടുവരിക. പക്ഷേ റിപ്പോർട്ട് സമർപ്പിക്കണമെങ്കിൽ 2026 ആകണം. അപ്പോൾ നമുക്ക് എക്സാമിന് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് എക്സാം ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടേംസ് ഡാറ്റാസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ 15ാം ഫിനാൻസ് കമ്മീഷൻ സജസ്റ്റ് ചെയ്ത ഇമ്പോർട്ടൻ്റ് ഏരിയകൾ ഇത് കാണാണ്ട് പഠിച്ചു വെക്കുന്നത് അത്രയും നന്നായിരിക്കും. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നന്നായി ഓർത്ത് ചെറിയ നോട്ട് ഉണ്ടാക്കി വെക്കുന്നത് നല്ല കാര്യമായിരിക്കും. അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് ആർ ഫാക്ട്സ് അബൌട്ട് 15th ഫിനാൻസ് കമ്മീഷൻ എക്സെപ്റ്റ് the report is entitled Finance Commission in COVID Times. Option B, Chairman of the 15th Finance Commission is Dr. Y.V. Reddy. Option C, the 15th Finance Commission submitted its report for the period 2021-22, 2025-26 period. ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ ഒരെണ്ണം 15th ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധമില്ല എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് ഏത് പോയിന്റ് ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ദ റിപ്പോർട്ട് ഈസ് എൻടൈറ്റിൽഡ് ദ ഫിനാൻസ് കമ്മീഷൻ ഓഫ് കോവിഡ് ടൈം. 15th ഫിനാൻസ് കമ്മീഷൻ്റെ അപ്പോയിന്റ് ചെയ്ത ടൈമും ആലോചിച്ച് നമുക്കറിയാമല്ലേ. അത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് എപ്പോഴായിരിക്കും? കോവിഡ് പീരീഡിനാണ്. 2020 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഏത് പീരീഡിനാണ്? 2021-22, 25-26 കാലയളവിലാണ്. അപ്പോൾ ആ സമയത്ത് കോവിഡ് ഔട്ട് ബ്രേക്ക് ഒക്കെ ആയിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയത്താണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദ റിപ്പോർട്ട് ഈസ് എൻടൈറ്റിൽഡ് ഫിനാൻസ് കമ്മീഷൻ ഇൻ കോവിഡ് ടൈംസ്. അത് 15th ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധമുള്ളതാണ്. ചെയർമാൻ ഓഫ് ദ 15th ഫിനാൻസ് കമ്മീഷൻ ഈസ് ഡോക്ടർ Y.V. റെഡ്ഡി. Y.V. റെഡ്ഡി ആണോ 15th ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ? അത് തെറ്റല്ലേ. NK സിംഗ് ആയിരുന്നു 15th ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ. ഡോക്ടർ Y.V. റെഡ്ഡി ഏത് ഫിനാൻസ് കമ്മീഷൻ ആയിരുന്നു? 14th ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ആയിരുന്നു. അതാ ഞാൻ പറഞ്ഞേ ആ ക്രോണോളജി ആ ലാസ്റ്റ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ഒരു 5 പേരെയും ഫസ്റ്റത്തെ കുറച്ച് പേരെയും നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് ലെവലിലൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഓപ്ഷൻ സി നോക്കാം. The 15th Finance Commission submitted its report for the period
2021-22, 25-26. ഇത് എന്താ ആൻസർ ശരിയാണ്. അതായത് the first report of consisting recommendation for the financial year 2020-21 was tabled in Parliament in February 2020. On 9 November 2020, the Finance Commission led by Chairman N.K. Singh submitted its report for the period 2021-22, 25-26 to the Honorable President of India. അപ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ സിയും എന്താണ്, കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ 15th ഫിനാൻസ് കമ്മീഷനുമായി ബന്ധമില്ലാത്തത് എന്താണ്, ബി ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ വരിക, ബി ഓൺലി ആണ് ആൻസർ വരിക. ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഗൂഗിൾ സെർച്ച് കണ്ടപ്പോൾ കിട്ടിയ പോയിൻ്റാണ്. പിന്നെ പറയാനുണ്ടെങ്കിൽ ഹിന്ദു പേപ്പറൊക്കെ വായിക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ദ റിപ്പോർട്ട് ഈസ് എൻടൈറ്റിൽഡ് ഫിനാൻസ് കമ്മീഷൻ ഇൻ കോവിഡ് ടൈംസ്. അത് ഹിന്ദു പേപ്പറിൽ ന്യൂസ് വന്നതിലുള്ള ഒരു ഏരിയ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ കുറച്ച് ആഴത്തിൽ വായിക്കുന്നത് എക്കണോമിക്സിൻ്റെ ഏരിയയിൽ, പ്രത്യേകിച്ച് ഈ പോളിസിയും നയങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല കാര്യമായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ 15th ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡഡ് ഡാഷ് വെയിറ്റേജ് ടു ഡെമോഗ്രാഫിക് പെർഫോമൻസ് ഇൻ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ. ഡെമോഗ്രാഫിക് പെർഫോമൻസിന് കൊടുത്ത വെയിറ്റേജ് എത്രയായിരുന്നു ഇവിടെ വരിക? ഓപ്ഷൻ ബി 12.5 ആണ് വരിക. പിന്നെ ഓപ്ഷൻ എ 10% ഉണ്ട്. 10% ഏതിനായിരുന്നു? ഫോറസ്റ്റിനായിരുന്നു അല്ലേ. 15% ഏതിനായിരുന്നു? 15% പോപ്പുലേഷനും ഏരിയയ്ക്കൊക്കെയാണ് 15% കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ മുന്നേ, ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേംസ് അതേപോലെ തന്നെ ഈ ഡാറ്റാസൊക്കെ ഓർത്ത് വെക്കുക. കാരണം എക്സാമിന് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടണം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ഫോറസ്റ്റ് കവർ ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫോർമുല ഫോർ ദ ഹൊറിസോണ്ടൽ ഷെയറിംഗ് ബൈ. ഫോറസ്റ്റ് കവർ എന്ന് പറഞ്ഞ കാറ്റഗറി ഉൾപ്പെടുത്തിയത് ഏത് ഫിനാൻസ് കമ്മീഷനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് ഫോറസ്റ്റ് കവർ എന്ന് പറഞ്ഞ ഏരിയയ്ക്ക് ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് ഏത് ഫിനാൻസ് കമ്മീഷനാണ് സജസ്റ്റ് ചെയ്തത്? 14th ഫിനാൻസ് കമ്മീഷനാണ് എന്ത് ഫോറസ്റ്റ് കവർ എന്ന് പറഞ്ഞ ഏരിയ സജസ്റ്റ് ചെയ്തത്. എത്രയായിരുന്നു? 15th ഫിനാൻസ് കമ്മീഷൻ ഫോറസ്റ്റ് കവറിന് കൊടുത്ത വെയിറ്റേജ് 10% ആയിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഫിനാൻസ് കമ്മീഷനുമായി പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് ഡാറ്റാസൊക്കെ നിങ്ങൾ കണ്ടു, അതുപോലെ തന്നെ ചെയർമാൻമാരുടെ ക്രോണോളജിയും ഇയറൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കുക, ഓർത്ത് വയ്ക്കുക. കാരണം ഓരോ വർഷം കഴിയുന്തോറും എക്സാംസിൻ്റെ കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കി നല്ല രീതിയിൽ പഠിക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്